ഹലോ ഗൈസ്, ഗോവ വ്ലോഗ് പാർട്ട് 2. ഇന്ന് തേർഡ് ഡേ ആണ്. മൂന്നാമത്തെ ദിവസം എങ്ങും പോകണ്ടാന്ന് ഡിസൈഡ് ചെയ്തു. അതിനൊരു കാരണമുണ്ട്. ഗോവയിൽ വന്നിട്ട് ഞങ്ങൾ ചെയ്തതിലെ ആകെ സക്സസ് ആയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് ഭാഗ്യത്തിന് ഫ്ലോപ്പായില്ല. നല്ലൊരു റിസോർട്ടാണ്, ഫ്രണ്ടിൽ തന്നെ ബീച്ചും ഉണ്ട്. സോ ആകെപ്പാടെ ഉള്ള ഒരു പോസിറ്റീവ് കാര്യം എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമാകത്തില്ലേ. അതുകൊണ്ട് ഇന്ന് ഈ റിസോർട്ടും ഇതിൻ്റെ വ്യൂവും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് പോയത് എങ്ങോട്ടായിരിക്കും? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. തലേന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി. ദോശയും സാമ്പാറും ചട്നിയും ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന ബീച്ചിലോട്ട് അങ്ങ് ഇറങ്ങി. ബീച്ച് ചെന്നപ്പോഴേക്കും ഈ പുൽമൈതാനത്തിലേക്ക് അഴിച്ചിറക്കി വിട്ട എരുമകളെയും മാടുകളെയും പോലെയായി ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് പിന്നെ അതിനകത്തൊന്ന് കയറാൻ മടിയായിരുന്നു. നല്ലൊരു ബീച്ചായിരുന്നു. ക്ലൈമറ്റും അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം ഒരു ഉച്ച കഴിയുന്നിടം വരെ വെയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ത്രൂ ഔട്ട് ഞങ്ങൾ ആ ബീച്ചിലൂടെ നടന്ന് അവിടെ ഇവിടെയൊക്കെ പോയി. നല്ല രസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ വേണ്ടിയിട്ട് തോന്നാറില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. വളരെയധികം സേഫായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യവും ചെയ്യാറുള്ളത്. എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. സ്വന്തമായിട്ട് സോളോ ആണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്തോ നേരത്തിൽ കടലിൽ നോക്കി കൈ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുറേ നേരം കടലിൽ സ്പെൻഡ് ചെയ്തു. എത്ര മണിക്കൂറുകൾ ഞങ്ങൾ സ്പെൻഡ് ചെയ്തതെന്ന് അറിയത്തില്ല. കുറേ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ആ ദിവസം അങ്ങനെ കംപ്ലീറ്റ് ആയി. പിന്നെ പിറ്റേ ദിവസം എന്തായാലും ഒരു സ്ഥലത്തുകൂടി പോകാമെന്ന് തീരുമാനിച്ചു. പോയത് ഒരു വലിയ പള്ളിയിലേക്കാണ്. ആ പള്ളി ഇപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്. ജീസസ് ബോം ജസീലിക്ക എന്ന് പറയും ആ പള്ളിയുടെ പേര്. ഈ പള്ളിയും പോർച്ചുഗീസുകാർ പണിഞ്ഞതാണ്. അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. പിന്നെ ആ പള്ളിയുടെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയൊന്നും അലോഡ് അല്ലായിരുന്നു. നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് അതുവഴിയൊക്കെ നടക്കാൻ. പിന്നെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എവിടെ പോയി കഴിഞ്ഞാലും ഫുള്ള് നടന്ന് എല്ലാം കണ്ടതിന് ശേഷമേ വരത്തുള്ളൂ. അല്ലാതെ ജസ്റ്റ് ആ കോർണറിലും ഈ കോർണറിലും ഒന്നും പോയിട്ട് തിരിച്ചു വരത്തില്ല. എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറിലും പോയി എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ പള്ളിയൊക്കെ കണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഗോവൻ ഹിസ്റ്ററി ഫുള്ള് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പോർച്ചുഗീസുകാർ വന്ന് അവർ തിരിച്ചു പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഹിസ്റ്ററിയും അവിടെ ഉണ്ടായിരുന്ന റിമെയിൻസും അങ്ങനെ എല്ലാ കാര്യവും അവർ മ്യൂസിയത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയും നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മ്യൂസിയം. ഇത് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. നല്ല രസമാണ്. നല്ല മൈതാനവും കുറേ എന്താ പറയണ്ടേ, അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല കാറ്റാണ്. നമ്മുടെ ദേഹത്തോട് ഇങ്ങനെ തഴുകി പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. പിന്നെ ആ മ്യൂസിയത്തിലൊക്കെ പോയി കുറേ നേരം അവിടെ എല്ലാ കാര്യം കണ്ട് തിരിച്ച് വന്ന് ഞങ്ങളൊരു കേക്ക് ഷോപ്പിൽ പോയി. കേക്ക് ഷോപ്പിൽ പോയിട്ട് പേര് 2 ഫ്ലേവറിലുള്ള കേക്കാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. നല്ല റേറ്റുമാണ്. ഞാൻ ഈ പൈസ പറയുമ്പോൾ എച്ചിയാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ നല്ല റേറ്റുമായിരുന്നു. പക്ഷേ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരമായിരുന്നു. അങ്ങനെ ആ ദിവസവും ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത് തീർത്തു. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു പോകണമായിരുന്നു. കാരണം അതിരാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ റെഡിയായി ഗോവയോട് വിട പറഞ്ഞ് ഞങ്ങൾ താമസിച്ച റിസോർട്ടിനോടും ഒക്കെ വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ചു പോകുമ്പോൾ ഒരു ഡിസിഷനും കൂടി എടുത്തിട്ടാട്ടോ ഞാൻ പോയേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എവിടെ പോയാലും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പ്രിപ്പറേഷനോടെ പോകത്തുള്ളൂ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും പോരായ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. ഗോവയുടെ ഒരു 1% പോലും ശരിക്കും എക്സ്പ്ലോർ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ കുഴപ്പമില്ലായിരുന്നു. രണ്ടുപേരും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, ടുഗദറായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു.